ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലത്ത് മറ്റൊരു പ്രവൃത്തി ക്രിസ്തുനാഥൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു നിയമം. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവർ എന്താണോ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതായത് മറ്റുള്ളവർ നമ്മോട് പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പുഞ്ചിരിക്കുക. മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കുക. മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നാമും അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. ഇനി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ ഇത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം സുന്ദരമായിട്ട് മാറും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകുവാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചാരിതാർത്ഥ്യവും ആത്മാഭിമാനവും ഒക്കെ നമുക്കുണ്ടാകുന്നത്. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു സ്വീകർത്താവായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ വില നമ്മൾ കുറച്ചു കാണുകയും ചെയ്യും. അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു താഴ്ന്ന വിലയായിരിക്കും നാം നമുക്ക് തന്നെ നൽകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, മറ്റുള്ളവർക്ക് നൽകുന്ന പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറുക. എപ്പോഴും റിസീവേഴ്സ് ആയിട്ട് മാറാതെ പ്രൊവൈഡേഴ്സായി മാറുന്ന ഒരു നല്ലൊരു നേതൃത്വം നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.